ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ ഒരുപാട് പേര് എന്നോട് എപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ നേസൽ ക്രീസ്, അതായത് നമ്മുടെ മൂക്കിന്റെ മുകളിൽ വരുന്ന ആ ഒരു ഹൊറിസോണൽ ലൈനില്, അതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് നേസൽ ക്രീസ് എന്ന് പറഞ്ഞാല്? നേസൽ ക്രീസ് എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് വരയാണ്. അത് മെയിൻലി ഒന്നേന് വെള്ള കളറിൽ കാണാം, അതല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിട്ട് വരും, അല്ലെങ്കിൽ ഹൈപ്പോ പിഗ്മെന്റേഷൻ ആയിട്ട് വരാം. ഹൈപ്പർ എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ കളറിന്റെ കൂടുതലായി വരുന്നതിന് നമ്മൾ ഹൈപ്പർ ആയിട്ട് പറയുന്നത്. ഹൈപ്പോ എന്ന് വെച്ചാൽ കളർ കുറച്ച് വരുന്നതിന് നമ്മൾ ഹൈപ്പോ എന്ന് പറയുന്നത്. പിന്നെ ഇത് എന്തൊക്കെ കൊണ്ടുവരാന്ന് വെച്ചാൽ, ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഫാമിലി, അതായത് ഹെറിഡിറ്റി ആയിട്ട് പാരമ്പര്യമായിട്ട് നമുക്ക് ആ ഒരു ഫീച്ചർ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത് എന്തെങ്കിലും ആക്സിഡന്റ് വരുന്നെങ്കിൽ അത് കാരണം നമുക്ക് വരാം. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അലർജി സല്യൂട്ട് എന്ന് ഇതിനെ പറയും. എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിക് റൈനൈറ്റൈറ്റിസ്, അതായത് ഒരുപാട് തുമ്മലൊക്കെ, പൊടി, ഡസ്റ്റ് അലർജി അല്ലെങ്കിൽ എന്തിനോടെങ്കിലും അലർജി, നിങ്ങൾ ഒരുപാട് തുമ്മുന്ന ആൾക്കാരാണ്, അതിൽ നിങ്ങൾ നോസ് പെട്ടെന്ന് ഇച്ചിനെസ് ഒക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് റണ്ണിങ് നോസ്, കോൾഡ് ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ മൂക്ക് ഒരുപാട് ഇട്ട് ഉരയ്ക്കത്തില്ല, അത് കാരണം ആ ഒരു മൂവ്മെന്റ് കാരണം നമുക്ക് ആ ഒരു ക്രീസ് വരാൻ ചാൻസ് കൂടുതലാണ്. അലർജിയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഹെറിഡിറ്റിയും അതുപോലെ തന്നെ ആക്സിഡന്റ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങളുമാണ് ഈ നേസൽ ക്രീസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ. ഇപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് നേസൽ ക്രീസ് ഉള്ള ഭൂരിഭാഗം ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിലെ തന്നെ ഈ ക്രീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കുഞ്ഞിലെ തന്നെ ഈ അലർജി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസ് എന്തെങ്കിലും ഒക്കെ വന്നിട്ട് നമുക്ക് കുഞ്ഞിൽ തൊട്ട് റണ്ണിങ് നോസോ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇച്ചിനെസ് കൊണ്ട് മൂക്ക് ഒരുപാട് ചൊറിയുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ക്രീസ് വരാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങളുടെ സ്കിൻ ടോണിനെ അത് ഡിപ്പെൻഡ് ചെയ്യും. അതായത് നിങ്ങളുടെ സ്കിൻ കളർ ഒന്ന് കുറച്ച് ഡാർക്ക് ഷെയ്ഡിലോട്ടാണെങ്കിൽ ചിലപ്പോൾ ആ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് കുറച്ച് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഹൈപ്പോയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നോർമലി നമ്മളെ ഇന്ത്യൻ സ്കിൻ ടൈപ്പിൽ വരാനുള്ള ചാൻസ് കുറവാണ്. ബട്ട് സ്റ്റിൽ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് അത് കാണുന്നുണ്ട്. അതൊരു ഗ്രൂവ് ആയിട്ടായിരിക്കും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് ഈ ഒരു ക്രീസ് ബ്ലാക്ക് കളറിലാണ്. എക്സ്പെഷ്യലി നമ്മുടെ എന്റെ പോലത്തെ പതിഞ്ഞ മൂക്കൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അത് നന്നായിട്ട് കാണും. പിന്നെ ഇത് എവിടെ കാണുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ നോസിന് നമ്മളൊരു കംപ്ലീറ്റ് ഒരു 3 ഭാഗമായിട്ട് മുറിക്കുകയാണെങ്കിൽ ലോവർ സെക്ഷനിലായിട്ടായിരിക്കും, ലോവർ 1/3 ഈ ഒരു പാട് കാണുന്നത്. അതായത് ഈ ഒരു ഭാഗം 1, 2, 3 നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ ഈ ക്രീസ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൂടി ഇരുന്ന് ഈ ഒരു ക്രീസും കൂടെ ആകുമ്പോൾ നമ്മൾ അതിന് എന്തായിട്ട് തെറ്റിദ്ധരിക്കും എന്ന് വെച്ചാൽ, വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ കാരണം ഉണ്ടാവുന്ന ഒരു ക്രീസായിട്ട് തെറ്റിദ്ധരിച്ച് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ, നമ്മൾ എന്തെങ്കിലും ട്രോമയോ ഇറിറ്റേഷനോ കൊടുത്താൽ അത് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഈ ഒരു ക്രീസ് കൂടുന്നതായിട്ട് കാണും. നിങ്ങൾക്ക് അലർജി ഒക്കെ ആണെങ്കിൽ ഈ ഒരു സ്ക്രബിങ് കാരണം അത് ട്രിഗർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നെ എടുക്കുകയാണെങ്കിൽ എനിക്ക് അലർജി ഉള്ള ആളാണ്. എനിക്കും എന്തോ ഭാഗ്യത്തിന് കുഞ്ഞിലെ തൊട്ടല്ല, എനിക്ക് പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞിട്ടാണ് അലർജി സ്റ്റാർട്ട് ആയത്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ പ്രസന്റ് ആ ഒരു ക്രീസ് ഇല്ല, പക്ഷെ എന്റെ മൂക്ക് ചൊറിയല്ല ക്രീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ നമ്മൾ അലർജി ഒക്കെ വരുമ്പോൾ നമുക്ക് കുഞ്ഞിലേക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് മൂക്ക് ചൊറിച്ചില്ല, നമുക്ക് ഇറിറ്റേഷൻ വരും, നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചൊറിയും. അത് കാരണം ഈ മൂവ്മെന്റ് കാരണമാണ് ക്രീസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് മാറ്റാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഹാബിറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. എനിക്ക് അലർജി ഉണ്ടെന്ന് നേരത്തെ പറയാനുള്ള റീസൺ എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ അലർജി പെർസ്പെക്റ്റീവിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും ചൊറിയരുത്, അലർജി വന്നു കഴിഞ്ഞാൽ ചൊറിയരുത് എന്ന് പറഞ്ഞാൽ അത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യം നമുക്ക് വേറെ ഉണ്ടാവില്ല. കാരണം അത്രയും നമുക്ക് ആ ചൊറിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. കാരണം മൂക്കിന്റെ അകത്തും മൂക്കിന്റെ പുറത്തൊക്കെ ചൊറിച്ചിലായിരിക്കും. മൂക്ക് വലിച്ചെടുത്ത് കളയാൻ വരെ തോന്നുന്ന രീതിയിലുള്ള ചൊറിച്ചിലുണ്ടാവും. ഒരാൾ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർത്തൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ ഒരു ക്രീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഹാബിറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കോട്ടൺ ക്ലോത്ത്സോ അങ്ങനെ എന്തെങ്കിലും വെറ്റ് ചെയ്തിട്ട്, ക്ലോത്ത് എന്തെങ്കിലും ക്ലീൻ ക്ലോത്ത്, ഡസ്റ്റ് ഒന്നും ഇല്ലാത്ത ക്ലീൻ ക്ലോത്ത് വെറ്റ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് ഒക്കെ വിടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇളം ചൂട് വെള്ളത്തിലൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് അവിടെ ഒന്ന് തട്ടേക്ക് ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇറിറ്റേഷൻസ് മാറിക്കിട്ടും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. മാക്സിമം ഈ ചൊറിച്ചില് എന്നുള്ളൊരു ഹാബിറ്റ് പതുക്കെ കംപ്ലീറ്റ്ലി ഒറ്റ ദിവസം അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പതുക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഞാൻ ആ ഒരു ചൊറിച്ചിൽ കംപ്ലീറ്റ്ലി ഞാൻ ആ സ്റ്റേജിലോട്ട് എത്തുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പൊ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്രോസസ്സൊക്കെ ചെയ്തിട്ടാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആന്റി അലർജിക് മെഡിക്കേഷൻസ് എടുക്കുക എന്നുള്ളതാണ്.
അതിന് രണ്ട് റീസൺ ഉണ്ട്. ക്രീസ് മാത്രമല്ല, നമ്മൾ ആ ഒരു അലർജി മെഡിക്കേഷൻ ഒന്നും എടുക്കാതെ പോകും എന്നുള്ള രീതിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ, പൊക്കോളും എന്ന് പറഞ്ഞ് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് നേസിൽ പോളിപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ മൂക്കിന്റെ അകത്ത് കുരു സാധനങ്ങൾ വരും. അപ്പൊ അതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എനിക്ക് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് ടൈം ശ്രദ്ധിക്കാതെ വിട്ടതുകൊണ്ടാണ് എനിക്ക് മൈൽഡായിട്ട് പോളിപ്സ് ഒക്കെ വന്നത്. എനിക്ക് നല്ല എക്സ്ട്രീംലി അലർജി വരുമ്പോഴത്തേക്കും എനിക്ക് മെഡിക്കേഷൻ എടുത്തേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, മാക്സിമം മെഡിക്കേഷൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അലർജിയുടെ മെഡിക്കേഷൻ എടുക്കണ്ട, അത് പൊക്കോളും എന്ന് പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യാതിരിക്കുക. രണ്ട്, വെയിറ്റ്, സ്കിൻ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്കും ഈ ഒരു മെഡിക്കേഷൻ എടുക്കുന്നത് വളരെ നല്ലതാണ്. സോ ഉറപ്പായിട്ടും ഒരു ENT പോയി കണ്ടിട്ട് നിങ്ങൾ ആ ഒരു അലർജി മെഡിക്കേഷൻ എടുക്കേണ്ടത്. നേസൽ ക്രീസിന്റെ കാര്യത്തിൽ നമ്മുടെ അലർജിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് വരുന്നത് നമ്മൾ നോക്കി, എങ്ങനെ പതുക്കെ ഹാബിച്വൽ ആയിട്ട് മാറ്റാം എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇനി ഏതൊക്കെ ക്രീമാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹെറിഡിറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് വന്നിട്ടുള്ളെങ്കിൽ അത് നമ്മൾ ഞാൻ ഈ പറയുന്ന ക്രീമുകളൊന്നും ഉപയോഗിച്ചിട്ട് മാറത്തില്ല. അതിന് നമ്മൾ മസ്റ്റായിട്ടും ലേസർ ട്രീറ്റ്മെന്റിലോട്ട് പോകണം. ഓക്കെ ഫൈൻ, നമുക്ക് ആ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഈ പറയുന്ന ക്രീമുകളൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആക്കാനായിട്ട് നമുക്ക് ഒരിക്കലും ഈ ക്രീമുകൾ കൊണ്ട് പറ്റത്തില്ല. കാരണം അത് ഹെറിഡിറ്റി ഉണ്ട്, പാരമ്പര്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉള്ളതാണ്. സോ അതിനുവേണ്ടി നമുക്ക് മസ്റ്റ് ആയിട്ട് ഒരു ലേസർ ട്രീറ്റ്മെന്റ് തന്നെ എടുക്കേണ്ടി വരും. പിന്നെ ഹൈപ്പോ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ലേസർ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. ഞാൻ പണ്ടും സ്കാറിങ്ങിന്റെ കാര്യത്തിൽ, ആക്നെ മാർക്കിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് കളർ ആയി കഴിഞ്ഞാൽ, അതായത് ഹൈപ്പർ പിഗ്മെന്റേഷൻ നമുക്ക് എങ്ങനെയും മാറ്റിയെടുക്കാം. ഹൈപ്പോ ആയി കഴിഞ്ഞാൽ, അതായത് തീരെ മെലാനിൻ പ്രൊഡക്ഷൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റാനായിട്ട്, ക്രീമുകൾ വെച്ചിട്ട് അത് മാറ്റാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതും കൂടെ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ഇനി നമ്മൾ ക്രീമിലോട്ട് പോകേണ്ടത്. നമ്മൾ ക്രീമിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്രീം നമ്മൾ ഈ നേസൽ ക്രീസിന് യൂസ് ചെയ്യുന്ന ഹൈഡ്രോക്വിനോണിനാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും നോൺ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് നമുക്ക് ഹൈഡ്രോക്വിനോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കാണാം. അതല്ല അവരെ കാണണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രീമുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സിറംസ് ഏതൊക്കെയാന്ന് വെച്ചാൽ, കോജിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ആൽഫാർബിറ്റിൻ, ട്രാനെക്സാമിക് ആസിഡ്, അസലിക് ആസിഡ്, ഇത്രയും സാധനങ്ങൾ നമുക്ക് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ ഈ ഒരു പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സഹായിക്കുന്ന ഏതെന്ന് വെച്ചാൽ സൺസ്ക്രീൻ തന്നെയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ, ഹൈപ്പർ ആയിട്ട് വരുന്ന പിഗ്മെന്റേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൺ ഡാമേജും കൂടെ അങ്ങോട്ട് വന്നിട്ട് അതിന്റെ ഒരു ഇന്റൻസിറ്റി കൂട്ടാതിരിക്കണമെങ്കിൽ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് സിറംസ് യൂസ് ചെയ്യേണ്ടതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന 3 സിറംസ് ഏതൊക്കെയാന്ന് വെച്ചാൽ, കോജിക് ആസിഡ്, ട്രാനെക്സാമിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്. ഇതിനകത്ത് നിങ്ങൾക്ക് കോജിക് ആസിഡ് ഡെയിലി യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാനെക്സാമിക് ആസിഡ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗിൽ ട്രാനെക്സാമിക് ആസിഡ് യൂസ് ചെയ്തിട്ട് ഈവനിങ്ങിൽ കോജിക് ആസിഡ് യൂസ് ചെയ്യും. രണ്ടും ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ വീക്കിലി വൺസ് ആ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് ഒരുപാടുള്ള ഒരു മൈന്യൂട്ട് പീ സൈസിനെക്കാളും കുറച്ചിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് സിറമോ ടോണറോ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ആ ഒരു ഭാഗത്ത് മാത്രം, നമ്മുടെ നോസിന്റെ ഈ ഭാഗങ്ങളിലോട്ട് ആ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് എത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അവിടുത്തെ സ്കിൻ നമ്മൾ മറ്റുള്ള സ്കിന്നേക്കാൾ തിൻ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പം പീലിംഗ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ ഒരു ഭാഗത്ത് മാത്രം കുറച്ചിടുക. അതും ഓവർനൈറ്റ് ഇടാൻ ഞാൻ പറഞ്ഞിട്ട് ഒരു 1 hours കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മാക്സിമം ബിഗിനേഴ്സ് ആണെങ്കിലും ഒരു 30 minutes കഴിഞ്ഞിട്ട് കഴുകി കളയാം. ഗ്രാജുവലി 1 to 2 hours വരെ മാക്സിമം നൈറ്റിൽ വെക്കുക, എന്നിട്ട് കഴുകി കളയാം. ഫസ്റ്റ് വീക്ക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു 1 month നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ 30 minutes മാത്രം വെക്കുക. വീക്കിലി വൺസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ നൈറ്റിൽ. നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 hour യൂസ് ചെയ്യും, പിന്നെ 2 hours യൂസ് ചെയ്യും. എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് കുറച്ച് നാളായിട്ട് നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന ഒരു പിഗ്മെന്റേഷൻ ആണ്. അത് മാറുന്നത് സ്റ്റാർട്ട് ആവാൻ തന്നെ നമുക്ക് മിനിമം 3 months എടുക്കും. കാരണം ഒരുപാടുള്ള സാധനം ഒറ്റ ഇതിന് നമ്മൾ പോകത്തില്ല. ഇപ്പൊ നമ്മൾ കള വെട്ടാൻ ഇറങ്ങിയാൽ പോലും അതിന്റെ വേരും അതും ഇതൊക്കെ അവിടെ ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഇത് മാറാനും കുറച്ച് ടൈം എടുക്കും. ഇത് ആദ്യം മനസ്സിലാക്കുക, 8 ദിവസങ്ങളൊന്നും മാറില്ല, ടൈം എടുത്തേ മാറുള്ളൂ. ക്രീംസും സെറംസും യൂസ് ചെയ്യും. ലേസർ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മാറ്റിയെടുക്കാനും പറ്റും. പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്രഗ്നൻസിയുടെ സമയത്താണ് ഈ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ, ആ സമയത്ത് നമുക്ക് പ്രഗ്നൻസി മാസ്ക് പോലെയുള്ള സിറ്റുവേഷൻസ് വരും. അലർജിയുടെ ട്രീറ്റ്മെന്റ് നമുക്ക് പ്രോപ്പറായിട്ട് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. സോ ആ പ്രഗ്നൻസി ലാക്ടേഷനൊക്കെ അറ്റ്ലീസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ലാക്ടേഷൻ സ്റ്റാർട്ട് ചെയ്തൊരു കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കണ്ടിട്ടോ മാത്രമേ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബിക്കോസ് ചില സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന ഈ കോജിക് ആസിഡ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ബോഡിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ആവത്തില്ല. അതുകൊണ്ടാണ്. അതല്ല നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അസലിക് ആസിഡ് മാത്രമേ യൂസ് ചെയ്യുക.
എക്സ്ഫോളിയേഷന് വേണ്ടി ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യരുത്, ലാക്ടിക് ആസിഡ് മാത്രം യൂസ് ചെയ്യുക. ഗ്ലൈക്കോളിക് ആസിഡ് 6% ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ പ്രഗ്നൻസിയുടെ സമയത്ത് എപ്പോഴും എക്സ്ഫോളിയേഷന് വേണ്ടി ലാക്ടിക് ആസിഡേ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ലാക്ടിക് ആസിഡ് പറഞ്ഞത്. ഗ്ലൈക്കോളിക് ആസിഡ് 6% ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ നേസൽ ക്രീസ് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോ ആയിട്ട് വരുന്ന സാധനങ്ങളോ വൈറ്റ് ലൈൻ ആയിട്ട് വരുന്നതാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമുക്ക് ലേസർ ട്രീറ്റ്മെന്റ് തന്നെ എടുക്കേണ്ടി വരും. ക്രീമോ സെറംസോ ഒന്നും യൂസ് ചെയ്തിട്ട് മാറത്തില്ല. പക്ഷെ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇനി വരുന്നൊരു സില്ലി ആയിട്ടുള്ള ഡൗട്ടാണ്, എന്താണെന്ന് വെച്ചാൽ വൈറ്റ് കളർ അല്ലേ, അപ്പൊ നമ്മൾ സൺ ഡാമേജ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വൈറ്റനിങ് മാറി ടാനിങ് ആയിട്ട് നമ്മൾ നോർമൽ കളറിലോട്ട് വരുമോ? ഒരു കാര്യം മനസ്സിലാക്കുക, സൺ വെച്ചിട്ട് നമ്മുടെ സ്കിൻ ഉണ്ടാക്കുന്ന ടാനിങ് അത്ര ഹെൽത്തി ആയിട്ടുള്ള ടാനിങ് അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മെത്തേഡിലോട്ട് പോകേണ്ട. മാത്രമല്ല ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതൊരു കംപ്ലീറ്റ്ലി നിങ്ങൾ നോർമൽ സ്കിൻ കളറിലോട്ട് വരാനും പോകുന്നില്ല. സോ അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നതാണ്. അതല്ല നിങ്ങൾക്ക് അത് അത്ര പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ലീവ് ചെയ്താലും കുഴപ്പമില്ല. ഹൈപ്പറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഹെറിഡിറ്റി അല്ലാണ്ട് വന്നാൽ ഈ ഒരു നേസൽ ക്രീസ് ആണെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് നല്ലൊരു ഓപ്ഷനാണ്. ഹൈഡ്രോക്വിനോണിൻ 3% യൂസ് ചെയ്യാം, പക്ഷേ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ യൂസ് ചെയ്ത് അതിന് മസ്റ്റ് ആയിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കാണേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നേസൽ ക്രീസിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇത് താരതമ്യേന ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതായതുകൊണ്ടാണ് നമ്മൾ ഈ ലോങ് വീഡിയോ ചെയ്തത്. ഇതുപോലെ പെർട്ടിക്കുലർലി ഏതെങ്കിലും ഒരു വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. അതല്ലാണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിലും അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് ട്യൂസ്ഡേയുടെ വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ദിവസവും ഷോർട്സിൽ ഞാൻ വരുന്നതാണ്. അതുപോലെ ലോങ് വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേയും ട്യൂസ്ഡേയും സൺഡേസിലും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.